അതുകൊണ്ട് വലിയ പ്രസംഗം ഇല്ല. കുറച്ച് ദിവസം മുമ്പേ ഇതിൻ്റെ സെക്രട്ടറി മിസ്റ്റർ റൌഫ് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷനുണ്ട്, അതിന് വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 1-2 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയത്. ഒന്ന്, ഞാനൊരു 10-40 കൊല്ലം മുമ്പേ ഈ ഇരിക്കൂറിലൊക്കെ ഒരുപാട് നടന്ന ആളാണ്. ഒരു ജോലി സംബന്ധമായി നടന്ന ആളാണ്. അന്നിവിടെയുള്ള എല്ലാ കുന്നുകളും കയറി നടന്ന് റബ്ബർ കൃഷി നോക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അന്ന് ഒരു ചായ കുടിക്കാനുള്ള പീടികയും ചില്ലറ പീടികകളും 1-2 ബസ്സുകൾ വരുന്നതും ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അന്നത് ഒഴിച്ചാൽ ഇരിക്കൂർ ഒരു വളരെ ചെറിയ പട്ടണമായിരുന്നു. അങ്ങനെയുള്ള ഒരു പട്ടണത്തിൽ അരനൂറ്റാണ്ടിന് ശേഷം ഒരു നല്ല സ്കൂൾ ഉണ്ട്, അവിടെയുള്ള കുട്ടികളെ കാണണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെ വന്നപ്പോൾ ആ സന്തോഷം ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം ഈ മനോഹരമായ ഈ കുന്നിൻപുറത്ത് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ ഉത്സാഹികളായ കുറേ ആൾക്കാർ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വിദ്യാഭ്യാസം കിട്ടാൻ പ്രയാസപ്പെട്ട കുറേ ആൾക്കാർ, പുറത്തുപോയി വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ, അത് സ്വന്തം ഗ്രാമത്തിൽ അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം നന്നായി തുടങ്ങണം, ഇവിടെയുള്ള കുട്ടികളെയും അതിന് സഹായിക്കണം, പ്രാപ്തരാക്കണം എന്ന ഒരു അഭിവാഞ്ച ഇവരിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മഹത്തായ സ്ഥാപനമുണ്ടായത്. അതിവിടെ വന്നപ്പോൾ ആ സന്തോഷം ഇരട്ടിക്കുകയും ചെയ്തു. കാരണം കാസർഗോഡ് പെരിയയിൽ ഒരു സൈനിക സ്കൂളുണ്ട്. അവിടെ ഞാൻ ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷന് പോയപ്പോൾ നടന്നതുപോലെയുള്ള സ്വീകരണമാണ് നടന്നത്. പട്ടാളച്ചട്ടയിൽ ഇവിടെ NCC കുട്ടികളെ പോലെയുള്ളവർ വന്ന് ബാൻഡ് സെറ്റുമൊക്കെയായി ഗംഭീരമായി സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ചു നമ്മളെ. അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ കരുതുകയാണ്. അത് ഒരു ഡിസിപ്ലിനാണ്, മനസ്സിൻ്റെ മാത്രമല്ല ശരീരത്തിൻ്റെയും ഒക്കെ ഒരു അച്ചടക്കത്തിൻ്റെ ഒരു സംസ്കാരമാണ് അത് കാട്ടിത്തരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പഠിപ്പും നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇംഗ്ലീഷ് മീഡിയമാണ്. ഇംഗ്ലീഷ് വാസ്തവത്തിൽ ഒരു വേൾഡ് ലാംഗ്വേജ് എന്ന നിലയിൽ ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്ക് നേടാൻ സാധിക്കും. മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഇല്ലാത്ത വിവരങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ കൂടി നേടാൻ സാധിക്കും എന്ന് എനിക്കും അനുഭവമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്കൂളിൽ പഠിക്കുന്ന ഇവിടുത്തെ കുട്ടികളെ, അതുപോലെ അത്തരത്തിലുള്ള സ്കൂളിൽ പഠിക്കാൻ അയക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന അസംഖ്യം മാതാപിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്, ആദരിക്കുകയാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു ഇനോഗ്രൽ സെഷൻ, ഒരു ചെറിയ ഒരു ഹാളിൽ വെച്ച് നല്ല വൃത്തിയുള്ള ഒരു ഫംഗ്ഷൻ അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ മറ്റ് സ്കൂളുകളിൽ പോകുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, എൻ്റെ പ്രവർത്തനം, ഞാൻ കളരിപ്പയറ്റിൻ്റെ ഒരു ഗുരുക്കളാണ് എന്ന് പറയാം. കുറേ കുട്ടികളെ, ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികളെ പോലുള്ള ഒരുപാട് കുട്ടികളെയും അമ്മമാരെയും കളരിപ്പയറ്റ് ദിവസേന പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും, കളരിപ്പയറ്റ് പഠിച്ച എത്ര കുട്ടികളുണ്ട് ഈ സ്കൂളിൽ എന്ന് ചോദിച്ചാൽ ഒരു 5-6 ആൾ കൈവന്നിക്കും. അതുപോലെ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അതിനുശേഷം അവരോട് കളരിപ്പയറ്റിൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ പറയും. അപ്പോൾ വളരെ ലൈവാകും. കുട്ടികളൊക്കെ വളരെ ഉത്സാഹഭരിതരായി അതിനെപ്പറ്റി അറിയാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അത്തരത്തിലുള്ള ഒരു ക്ലാസ് മോഡൽ ആണ് ഞാനിവിടെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ വന്നപ്പോൾ പ്രിൻസിപ്പാളും വരുമ്പോൾ എൻ്റെ സഹയാത്രികരും ഒക്കെ പറഞ്ഞു, അത് വേണ്ട, അത് വേറൊരു ദിവസമാക്കാം എന്ന് പറഞ്ഞു. ഏതായാലും അത്തരത്തിലുള്ള ഒരു ദിവസം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സ്കൂളിലെ കുട്ടികളെ, നമ്മുടെ കേരളത്തിലെ കലകളെപ്പറ്റി, കളരിപ്പയറ്റിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുക, അതുപോലെ ഒരുപാട് കലകളുണ്ട്. ഫോക്ക് ആർട്ട് ഫോംസ്, നാടൻ കലകൾ, ക്ലാസിക്കൽ കലകൾ, ഇതൊക്കെ കേരളത്തിൽ സമ്പന്നമാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ,
അതിൽ വ്യാപരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ സംസാരിപ്പിച്ച് അതിലെ ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികൾക്ക് അവസരമുണ്ടായാൽ അത് നല്ലൊരു കാര്യമാണ് എന്ന് ഞാൻ പറയുകയാണ്. ഏതായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം ഈ ആനുവൽ ഡേ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. അത് ഞാൻ നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടിയും അനുഗ്രഹത്തോടുകൂടിയും നിർവഹിച്ചതായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.